ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് SLC എക്സാമിന് മുമ്പ് ബയോളജിയിലെ ഈ എന്താ പറയുക ചാപ്റ്റേഴ്സ് 1 to 6 ചാപ്റ്റേഴ്സ് നമുക്കൊന്ന് ഫെമിലിയർ ചെയ്ത് നമ്മളെല്ലാവരും പഠിച്ചതാണ്. ഇനി ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെ രീതിയിലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അല്ലെ, ആ ഒരു സെഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ 1 മുതൽ 6 ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. ദാറ്റ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ആണ്. ഗ്രിഗർ മെന്റലിന്റെ കുറച്ച് ക്രോസിംഗ് ഒക്കെ വരുന്ന കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നൈട്രജൻ ബേസസ് നോട്ട് ഇൻ ദി DNA. DNA കാണാത്ത നൈട്രജൻ ബേസസ് ഏതാന്ന് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം DNA പെയറിങ് എങ്ങനെയാ. ദാറ്റ് ഈസ് അഡിനിൻ pairs with double bond with thymine, guanine triple bond with cytosine. ഇതാണ് DNA. RNA ആണെങ്കിലോ അഡിനിൻ pairs with യുറാസിൽ, തൈമിന് പകരം യുറാസിൽ ആയിരിക്കും RNA വരാം. ആ ഒരു വ്യത്യാസം മാത്രമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അത് തന്നെയാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ ഏതായിരിക്കും? ദാറ്റ് ഈസ് യുറാസിലാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിലെ കുറച്ച് സ്റ്റെപ്സ് ഇവിടെ തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് പെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കാം mRNA. നമുക്കറിയാം DNA ഇൻഫർമേഷൻസ് കോപ്പി ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നു, mRNA ആക്കി മാറ്റുന്നു. ഓക്കെ, ഈ mRNA യൂസ് ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് അല്ലേ? ഈ mRNA നോക്കിയിട്ടാണ് ട്രാൻസ്ലേഷൻ ഇതാക്കുക. സോ ദ ഫസ്റ്റ് A ഈസ് കറക്റ്റ്. ഇനി നമുക്ക് നോക്കാം B നോക്കാം. tRNA ട്രാൻസ്ക്രിപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഇസ് tRNA റോൾ എന്താ നമുക്കറിയാം. mRNA ഉള്ള അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്ത് കൊണ്ടുപോകലാണ് ആര് പണി, tRNA. ഓക്കെ, അപ്പോൾ DNA മെസ്സേജസ് കോപ്പി ചെയ്ത് mRNA ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ tRNA ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ B ഓപ്ഷൻ തെറ്റാണ്. ഇനി C വരുന്നത് ദാറ്റ് ഇസ് rRNA ട്രാൻസ്ലേഷൻ. അത് നമുക്കറിയാം rRNA റോളാണ് എന്ത്, പെപ്റ്റൈഡ് ബോൺസ് ഫോം ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കുക. സോ A കറക്റ്റ് ആണ്, C കറക്റ്റ് ആണ്. ഇനി ലാസ്റ്റ് വൺ mRNA ആണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ A, C, D ഈ 3 ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരും. ആ സ്റ്റേറ്റ്മെന്റ് റീസൺ നിങ്ങളോട് എഴുതാൻ പറയും. ഓക്കെ, നമുക്കറിയാം സൊമാറ്റിക് ക്രോമസോം ആർ ഓൾസോ നോൺ ആസ് ഹോമലോഗസ് ക്രോമസോംസ് അല്ലെ. സൊമാറ്റിക് ക്രോമസോംസിനെ എന്തെന്നും കൂടി വിളിക്കും, ഹോമലോഗസ്. എന്താ കാരണം? നമുക്കറിയാം ഫാദറിൽ നിന്ന് ക്രോമസോംസ് വരുന്നു. ദാറ്റ് ഈസ് ഫാദറിൽ നിന്നും മദറിൽ നിന്നും ഒരേപോലത്തെ 2 ക്രോമസോംസ് ആണ്. ഒരേപോലത്തെ 2 ക്രോമസോംസ് ഫാദറിൽ നിന്നും മദറിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സൊമാറ്റിക് ക്രോമസോംസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഹോമലോഗസ് ക്രോമസോം എന്ന് വിളിക്കാം. ബിക്കോസ് അവരുടെ സൈസ്, ഷേപ്പ് ഫാദറിന്റെയും മദറിന്റെയും ഏകദേശം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് ദാറ്റ് ഇസ് B നോക്കാം നമുക്ക്. There are difference in skin color among persons. അല്ലെ, ഓരോ പേഴ്സൺസിനും ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൻ കളറാണ്. അതിന് കാരണം എന്താ? നമുക്ക് അവിടെ ഒരു റീസൺ മെയിൻ ആയിട്ട് പറയേണ്ടത് ദാറ്റ് ഈസ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് അവിടെ യൂസ് ചെയ്യാം. പോളിജീനിക് ഇൻഹെറിറ്റൻസ്. എന്താ പോളിജീനിക് ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ അല്ലെ, നമുക്കറിയാം നമ്മളുടെ സ്കിൻ പിഗ്മെന്റ്, ദാറ്റ് ഇസ് സ്കിൻ പിഗ്മെന്റിന്റെ പേരാണ് മെലാനിൻ. ഈ മെലാനിന്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ജീനുകൾ, ധാരാളം ജീനുകൾ, മൾട്ടിപ്പിൾ ഓഫ് ജീൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഫിനോമിന എന്തെന്ന് വിളിക്കുക, പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ഒന്നിലധികം ജീൻ കൂടുതലാണെങ്കിൽ, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നിലധികം ജീൻ ഉണ്ടെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. സോ ദർ ആർ ഡിഫറെന്റ് ഇൻ സ്കിൻ കളർ. പല പല ആൾക്കാർക്ക് പല പല സ്കിൻ കളർ ഉള്ള റീസൺ എന്താ, ബിക്കോസ് ഈ പറയുന്ന പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഫിനോമിന. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് വൺ ആണ്, നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് വൺ ദാറ്റ് ഈസ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് നിങ്ങളോട് എക്സാമിന് ചോദിക്കും ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് വായിക്കുക. ഓടിച്ചത് നിങ്ങൾ എന്ത് ചെയ്ത് ആൻസർ ഒറ്റയടിക്ക് എഴുതരുത്. നല്ല രീതിയിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുക, വായിക്കാം. ഓക്കെ, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദാറ്റ് ഈസ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് DNA കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. DNA നമുക്കറിയാം 2 സ്ട്രാൻഡ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അഡിനിൻ, തൈമിൻ, യുറാസിൽ, ഗ്വാനിൻ ആർ ഇൻ ദി നൈട്രജൻ ബേസ്. DNA നമുക്കറിയാം ആരില്ല, യുറാസിൽ ഇല്ല. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്തായി പോയി, തെറ്റിപ്പോയി. ഇനി തേർഡ് വൺ നോക്കാം. ദ ഷുഗർ ഡിയോക്സി റൈബോസിസ് പ്രസന്റ്. അപ്പോൾ ആ ലൈൻ നമുക്കറിയാം അല്ലെ, DNA ഒരു ഷുഗറിന്റെ പേരെന്താ, DNA ഷുഗറിന്റെ പേരാണ് ഡിയോക്സി റൈബോ ഷുഗർ. എന്താ വിളിക്കുക, ഡിയോക്സി റൈബോ ഷുഗർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഡിയോക്സി റൈബോ ഷുഗർ ആണ് DNA ക്കുള്ളത്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും
തേർഡ് സ്റ്റേറ്റ്മെന്റും ആണ് കറക്റ്റ്. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് സെക്കൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ നോക്കാം, ഓപ്ഷൻ ഏതാ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കിയേ. യെസ്, ഓപ്ഷൻ വരുന്നത് ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമുക്കറിയാം DNA അല്ലെ, DNA പാക്കേജിങ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം, DNA ചാർജ് ആണ് നെഗറ്റീവ് ചാർജ് ഉള്ള DNA. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള DNA ഒരു പോസിറ്റീവ് സ്ട്രക്ചറിന്റെ അവിടെ ചുറ്റി ഇങ്ങനെ റാപ്പ് ചെയ്തിരിക്കുക. സോ നെഗറ്റീവ് ചാർജ് ഉള്ള DNA ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ഹിസ്റ്റോൺ. എന്താ വിളിക്കുക? ഹിസ്റ്റോൺ. ഈ ഹിസ്റ്റോൺ ആണ്. ഹിസ്റ്റോൺസ് ഏകദേശം 8 ഹിസ്റ്റോൺ. ഇറ്റ് ഇസ് എ പ്രോട്ടീൻ. അതും കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. ഹിസ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള ഈ DNA ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ. ഈ ഹിസ്റ്റോൺ ഏകദേശം 8 ഹിസ്റ്റോൺസുകൾ കൂടിച്ചേരും. 8 ഹിസ്റ്റോൺസുകൾ കൂടിച്ചേരുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. എന്താ വിളിക്കുക? ഹിസ്റ്റോൺ ഒക്ടാമർ. സോ ഈ ഹിസ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ. ഓക്കെ, ഈ ഹിസ്റ്റോൺസുകൾ 8 മോളിക്യൂൾസ് ആയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഹിസ്റ്റോൺ ഒക്ടാമറും DNA കൂടി കൂടിച്ചേർന്നാൽ ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. എന്താ വിളിക്കുക? ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോംസുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ക്രോമസോംസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ DNA പാക്കേജിംഗ് ഇൻ എ സെൽ വിത്ത് നെസസറി അഡീഷൻ ടു ദി ഗിവൺ ഇൻഫർമേഷൻ. കുറച്ച് 3 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ, ആദ്യം നെഗറ്റീവ് ചാർജ് ഉള്ള DNA. നെഗറ്റീവ് ചാർജ് ഉള്ള DNA എന്തിൽ ചുറ്റിയിരിക്കുന്നു? ഒരു പോസിറ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള 8 മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറും DNA കൂടി റാപ്പ് ചെയ്തിരുന്നാൽ ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. ക്ലിയർ ആണല്ലോ മക്കളെ. സോ ഈ ന്യൂക്ലിയോസോംസുകളെല്ലാം കൂടിച്ചേർന്ന് കണ്ടൻസ് ചെയ്ത് കൂടിച്ചേർന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മളുടെ ക്രോമസോംസ് ഫോം ചെയ്യും. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. നല്ല രീതിയിൽ തന്നെ ഇത് പഠിക്കുക. കാരണം ഇത് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വേറെ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. കൺസെപ്റ്റ് നന്നായിട്ട് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് പഠിച്ചെടുക്കുക. ഓക്കെ ആണല്ലോ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഇതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചത് ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ നിന്ന് ഏതാണ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് ചോദിച്ചിരുന്ന 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ചിലപ്പോൾ 2ഉം കറക്റ്റ് ആവാം, ഒരെണ്ണം കറക്റ്റ് ആവും, ഒരെണ്ണം തെറ്റാവും. അപ്പോൾ നിങ്ങളുടെ കുറച്ചും കൂടി ആ പഠിച്ച ടോപ്പിക്കിനെ പറ്റി ഒരു നോളജ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ പറയുന്ന ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണല്ലോ. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻ ഹ്യൂമൻസ് ഡിഫറെന്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ലൈക്ക് എ ഉണ്ട്, ബി ഉണ്ട്, ഒ ഉണ്ട്. അല്ലെ, നമുക്കറിയാം മനുഷ്യന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാ? എ ഉണ്ട്, ബി ഉണ്ട്, ഒ ഉണ്ട്. ഈ എയും ബിയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് AB ബ്ലഡ് ഗ്രൂപ്പ് വരിക. സോ നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഡിഫറൻസ് ഇൻ ദി ഹ്യൂമൻ സ്കിൻ കളർ ഇസ് ഡ്യൂ ടു നോട്ട് ഡ്യൂ ടു റേസ് ബട്ട് ഇസ് ഡ്യൂ ടു ജെനറ്റിക്സ്. ഈ 2 സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. മനുഷ്യന്റെ സ്കിൻ കളർ ഒരിക്കലും എന്താ പറയാ, റേസ് എന്ന് പറയുന്നത് നമ്മൾ വർഗീയത പറയുള്ളൂ. ഈ നിറം വെച്ച് നമ്മൾ കുറെ പേരെ കളിയാക്കുന്നില്ലേ? ഒരിക്കലും വർഗീയതന്റെ ബേസിലല്ല. ഈ പറയുന്ന കളറുകൾ മാറാനുള്ള റീസൺ ജെനറ്റിക്സ് ആണ്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. താഴത്ത് നോക്കാം. താഴത്ത് 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയേ. ഐഡന്റിഫൈ ദ ജെനറ്റിക് ഫിനോമിന റിലേറ്റഡ് ടു ദി സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഈ 2 സ്റ്റേറ്റ്മെന്റിന്റെ റീസൺസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം ഫസ്റ്റത്തെ കണ്ടീഷൻ അല്ലെ, ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സാണ് ഉള്ളത്? 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. എ ഉണ്ട്, ബി ഉണ്ട്, AB ഉണ്ട്, ഒ ഉണ്ട്. നമുക്ക് AB അവിടെ നിൽക്കാം. ഈ പറയുന്ന നമുക്കറിയാം എല്ലാ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാ? ജീനുകളാണ്. സോ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നാൽ എന്താ? ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പുകളിൽ ദാറ്റ് ഈസ് ദ ഡിഫറെന്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് A, B, O കാണാനുള്ള റീസൺ ഇറ്റ് ഈസ് ഡ്യൂ ടു ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ അലീലിസം നമുക്കിവിടെ പറയാം, ഓർ മൾട്ടിപ്പിൾ അലീലിസം പറയാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കോഡോമിനൻസും കൂടി ഇതിൽ റീസൺ ആയിട്ട് പറയാം. എന്താ മൾട്ടിപ്പിൾ അലീൽ എന്ന് പറഞ്ഞാൽ? ബ്ലഡ് ഗ്രൂപ്പിൽ ഈ പറയുന്ന A ഉണ്ട്, B ഉണ്ട്, O ഉണ്ട്. ഈ 3 ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ 3 അലീൽസ് ഉണ്ട്. ഒരു ജീനിൽ തന്നെ 3 അലീൽസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ വരുന്നത്, സ്റ്റേറ്റ് റീസൺ വരുന്നത് ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ അലീലിസവും പറയാം, അല്ലെങ്കിൽ കോഡോമിനൻസും പറയാം. കോഡോമിനൻസ് നമുക്ക് സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അത് നമുക്ക് ഇവിടെ നിൽക്കട്ടെ. തൽക്കാലം നിങ്ങൾ അതിന്റെ ആൻസർ എന്തെന്ന് എഴുതിയാൽ മതി? മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ എഴുതിയാൽ മതി. കാരണം ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഒന്നിലധികം ജീൻ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് IA, IB, സ്മോൾ i. ഇതാണ് ഈ പറയുന്ന 3 ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന
ജീനുകൾ. ഈ അലീൽസുകൾ, ഈ 3 അലീൽസുകൾ എല്ലാം വരുന്നത് ഒറ്റ ജീനിലാണ്. ദാറ്റ് ഈസ് ഐ എന്ന് പറയുന്ന ജീനിന്റെ 3 അലീലുകളാണിത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. ജനറ്റിക്സിന് റീസൺ വരാനുള്ള മീൻസ് കളറിൽ വേരിയേഷൻ വരാനുള്ള റീസൺ എന്താ? യെസ്, ദാറ്റ് ഈസ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ഈ രണ്ടാണ് അവിടെ റീസൺസ് വരുന്നത്. അതിന്റെ കണക്ഷനും, ദാറ്റ് ഈസ് ഈ 2 ഫിനോമിനന്റെ ബന്ധം എന്താന്ന് നിങ്ങൾ താഴത്ത് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മക്കളൊന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ അലീലിസം എന്നാണ് നമ്മളെ സ്റ്റേറ്റ്മെന്റ് 1ന്റെ ആൻസർ വരിക. മൾട്ടിപ്പിൾ അലീലിസം. കാരണം ബ്ലഡ് ഗ്രൂപ്പ് എ ഉണ്ട്, ബി ഉണ്ട്, ഒ ഉണ്ട്. ഈ 3 ബ്ലഡ് ഗ്രൂപ്പിന്റെ അലീലുകൾ ഏതൊക്കെയാ വരാ? IA ഉണ്ട്, IB ഉണ്ട്, സ്മോൾ ഐ ഉണ്ട്. ഇതെല്ലാം കൂടി കൺട്രോൾ അല്ലെ, ഒന്നിലധികം അലീൽസുകൾ ഉള്ളതുകൊണ്ട് ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീൽ. ഇനി മനുഷ്യന്റെ സ്കിൻ ജീൻ വരുന്നത് അല്ലെ, സ്കിന്നിൽ വരുന്ന കളറിൽ വ്യത്യാസം വരാനുള്ള റീസൺ ബിക്കോസ് ഓഫ് ദ ഫിനോമിന പോളി ഇൻഹെറിറ്റൻസ്. ക്ലിയർ ആണല്ലോ? ഇത് എക്സാമിന് നല്ല രീതിയിൽ തന്നെ പഠിക്കാം, നല്ല രീതിയിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസും കൂടുതലാണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദി ഫോളോയിങ്. നമുക്കൊരു 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ആദ്യം നിങ്ങൾ നന്നായിട്ട് അത് വായിക്കുക. കാരണം ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ചിലപ്പോൾ ഒരെണ്ണം കറക്റ്റും ബാക്കിയെല്ലാം തെറ്റും വരാം. പല രീതിയിലും കോമ്പിനേഷൻസ് വരാം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് വായിക്കാം. നമുക്കറിയാം SRY അല്ലെ, SRY ജീൻ Y ക്രോമസോമിലാണ്, കറക്റ്റ് ആണ്. പക്ഷേ ലാസ്റ്റ് വായിച്ചു നോക്കിയേ, ഇറ്റ് ഈസ് ഇൻ ദി ഓവറി. ഓവറി എന്ന് അവിടെ കൊടുത്തേക്കുന്നത് തെറ്റാണത്. കാരണം അത് ടെസ്റ്റിസിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് നമ്മളിനി നോക്കണ്ട. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്ത് എഴുതിയാൽ മതി എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രോമസോം ദാറ്റ് ഡിറ്റർമൈൻ ദ ഫിസിക്കൽ ട്രേറ്റ്സ് അല്ലെ, നമ്മുടെ സെക്സ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ക്രോമസോമുകൾ വിളിക്കുന്ന പേരാണ് ഓട്ടോസോം ഓർ സൊമാറ്റിക് ക്രോമസോംസ്. ആ ഒരു ടേമും കൂടി നിങ്ങൾ പഠിക്കുക, സൊമാറ്റിക് ക്രോമസോംസ്. കറക്റ്റ് ആണ് അല്ലെ? നമ്മളെ ക്യാരക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? സൊമാറ്റിക് ക്രോമസോംസ്. അതിന്റെ വേറെ പേരാണ് എന്ത്? ഓട്ടോസോംസ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. ദ DNA സ്ട്രാൻഡ്സ് വൈൻഡ് അറൌണ്ട് ദി ഹിസ്റ്റോൺ ഒക്ടാമർ ടു ഫോം ന്യൂക്ലിയോസോം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ് അല്ലെ, നെഗറ്റീവ് ആയിട്ടുള്ള DNA ഒരു പോസിറ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മേളിൽ വൈൻഡ് ചെയ്തേക്കാണ്. സോ ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. സോ 1ഉം 3ഉം കറക്റ്റ് ആണ്. സോറി, 2ഉം 3ഉം കറക്റ്റ് ആണ്. ഇനി നമുക്ക് 4th വണ്ണും കൂടി നോക്കാം. ക്രോമസോം ഉണ്ടാവുന്നത് ന്യൂക്ലിയോസോം വഴിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ക്രോമസോം ന്യൂക്ലിയോസോംസ് ആർ കറക്റ്റഡ് ബൈ സെൻട്രോമിയർ. ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു എറർ ഉണ്ട്. ദാറ്റ് ഈസ് ദ ക്രോമസോം ന്യൂക്ലിയോസോംസ് ആർ കണക്റ്റഡ് ബൈ സെൻട്രോമിയർ. ആണോ? അല്ല. ദാറ്റ് ഈസ് നമുക്കറിയാം ക്രോമസോംസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോസോംസ് ആണ്. പക്ഷേ ഈ ന്യൂക്ലിയോസോംസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ? DNA വെച്ചിട്ടാണ്. അല്ലാതെ എന്ത് വെച്ചിട്ടല്ല? സെൻട്രോമിയർ വെച്ചിട്ടല്ല. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസേഴ്സ് വരുന്നത് 2ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ വരാം. ക്ലിയർ ആണോ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം ഇത് പ്രോട്ടീൻ സിന്തസിസിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ഫിഗർ നമുക്കറിയാം അല്ലെ? ഈ ഫിഗർ ആരാ? യെസ്, നമ്മുടെ RRNA. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് RRNA? റൈബോസോമൽ RNA. എന്താ വിളിക്കുക? റൈബോസോമൽ RNA. നമുക്കറിയാം DNA ഡബിൾ സ്റ്റാൻഡ് ആയിട്ടുള്ള DNA ജനറ്റിക് ഇൻഫോർമേഷൻസ് ഉണ്ട്. ഈ ജനറ്റിക് ഇൻഫോർമേഷൻസ് കോപ്പി ചെയ്ത് എന്താക്കി മാറ്റും? mRNA ആക്കി മാറ്റും. എന്താക്കി മാറ്റും? mRNA. ഈ mRNA ഹെൽപ്പ് ചെയ്ത് mRNA കോഡ് നോക്കിയിട്ട് അമിനോ ആസിഡ്സിനെ ബൈൻഡ് ചെയ്ത് tRNA നേരെ എങ്ങോട്ടേക്ക് പോകും? റൈബോസോമിലേക്ക് പോകും. എങ്ങോട്ടേക്ക് പോകും? റൈബോസോം. അപ്പൊ ഈ നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസിന്റെ ഉദ്ദേശം എന്താ? പ്രോട്ടീൻ ഉണ്ടാക്കുക. പ്രോട്ടീൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അമിനോ ആസിഡ്സ് വേണം. എന്ത് വേണം? അമിനോ ആസിഡ്സ്. അപ്പൊ ഈ അമിനോ ആസിഡ്സിനെ തമ്മിൽ ബൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? RRNA. ആരാണ്? RRNA. പ്രാവശ്യം കൂടി പറയാം. നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സമയത്ത് ഈ അമിനോ ആസിഡ്സ് ഇങ്ങനെ കുറെ ബിൽഡ് ചെയ്ത് പുറത്തേക്ക് വരും. ഈ അമിനോ ആസിഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ്, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക, പെപ്റ്റൈഡ് ബോണ്ട്. എന്താ വിളിക്കുക? പെപ്റ്റൈഡ് ബോണ്ട്. ഈ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? RRNA. ക്ലിയർ ആണല്ലോ? അപ്പൊ RRNA ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദി RNA ഇൻഡിക്കേറ്റഡ് ബിക്കം ഇനാക്ടിവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇസ് എഫക്റ്റഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് RRNA ആണിത്. ഈ RRNA മര്യാദക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളെ ക്വസ്റ്റ്യൻ ഇതല്ല. ക്വസ്റ്റ്യനിലേക്ക് കുറച്ചും കൂടി ഇറങ്ങിച്ചല്ല. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചേക്കുന്നത് ഈ RRNA ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. RRNA ഫംഗ്ഷൻ എന്താ? അമിനോ ആസിഡ്സിനെ ബൈൻഡ് ചെയ്ത് അല്ലെ, അമിനോ ആസിഡ്സിനെ ബൈൻഡ് ചെയ്ത്
അമിനോ ആസിഡ്സുകളെ ബൈൻഡ് ചെയ്തിട്ട് ഒരു ബോണ്ട് ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യും. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഈ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ഫോം ചെയ്യുള്ളൂ? പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? RRNA. ആരാണ്? RRNA. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈ RRNA ഇനാക്റ്റീവ് ആയിക്കാൻ എന്ത് സംഭവിക്കും? യെസ്, ഒന്നാമത്തെ കാര്യം നോ ട്രാൻസ്ലേഷൻ. അവിടെ എന്ത് നടക്കൂല? ട്രാൻസ്ലേഷൻ നടക്കൂല. പിന്നെ നോ അമിനോ ആസിഡ്സ് ഫോർമേഷൻ. അമിനോ ആസിഡ്സിന്റെ ഫോർമേഷൻ നടക്കൂല. അതിന് കാരണം എന്താ? പെപ്റ്റൈഡ് ബോണ്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല? ഫോം ചെയ്യുന്നില്ല. ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഈ പറയുന്ന RRNA മസ്റ്റ് ആയിട്ട് വേണം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ഒരു 3 പോയിന്റ്സ് മാത്രം അതിന് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് ഫെമിലിയർ ആണ്. നമുക്കറിയാം DNA ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ DNA ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? നമ്മുടെ ന്യൂക്ലിയോടൈഡ്. സോ ഈ ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ A ആൻഡ് B. നമുക്കറിയാം ഈ സ്ട്രക്ചർ ആണ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, ഈ ന്യൂക്ലിയോടൈഡിലുള്ള 3 ആൾക്കാരിൽ ഒന്നാമത്തതാണ് നമുക്ക് അറിയേണ്ടത്. ദാറ്റ് ഈസ് ഫോസ്ഫേറ്റ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഫോസ്ഫേറ്റിനെ കുറിച്ചിട്ടാണ്. രണ്ട് നമുക്കറിയാം പെൻഡോ ഷുഗർ ആണ്. പക്ഷെ DNA-ക്കും RNA-ക്കും പെൻഡോ ഷുഗർ 2 ആണ്. അതാണ് ഒരു വ്യത്യാസം. ചിലപ്പോൾ എക്സാമിന് വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റ് ആഡ് ചെയ്യാം. ബിക്കോസ് DNA-യിൽ കാണുന്ന ഷുഗറിനെ വിളിക്കുന്ന പേരാണ് ഡിയോക്സി റൈബോ ഷുഗർ എന്നും RNA-യിൽ കാണുന്ന ഷുഗറിനെ വിളിക്കുന്ന പേരാണ് റൈബോ ഷുഗർ. സോ A എന്നറിയപ്പെടുന്നത് A ആണ് നമ്മളുടെ ഫോസ്ഫേറ്റും. B വരുന്നതാണ് ആര്? നമ്മളുടെ ഡിയോക്സി റൈബോ ഷുഗർ. എന്താ വിളിക്കുക? ഡിയോക്സി റൈബോ ഷുഗർ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ന്യൂക്ലിയോടൈഡ്സ് ആർ ഫൗണ്ട് ഇൻ DNA അലോൺ. DNA-യിൽ മാത്രമേ ന്യൂക്ലിയോടൈഡ് കാണുള്ളൂ? അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയോടൈഡ്സ് DNA-യിലും RNA-യിലും എന്തുണ്ട്? ന്യൂക്ലിയോടൈഡ്സ് കാണുന്നുണ്ട്. സോ DNA-യിലാണെങ്കിൽ ഫോസ്ഫേറ്റ് ഉണ്ടാവും, ഡിയോക്സി റൈബോ ഷുഗറും ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നൈട്രജൻ ബേസും ഉണ്ടാവും. നൈട്രജൻ ബേസിന്റെ കോഡ് പഠിക്കുക: അഡിനിനും, തൈമിനും, ഗ്വാനിനും, സൈറ്റോസിനും. ക്ലിയർ ആണല്ലോ? പക്ഷെ RNA-യിൽ വരുമ്പോൾ ഈ സെയിം സാധനം തന്നെ ഉണ്ട്, പക്ഷെ 2 വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് RNA-യിൽ ഫോസ്ഫേറ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക, ഫോസ്ഫേറ്റും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? റൈബോ ഷുഗറും കൂടി ഉണ്ട്. എന്താ ഉള്ളത്? റൈബോ ഷുഗറും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നൈട്രജൻ ബേസും ഉണ്ട്. അപ്പൊ DNA-യിലുള്ള സാധനങ്ങൾ തന്നെയാണ് ആർക്കും ഉള്ളത്? RNA-യിലുള്ളത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഈ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങളത് എഴുതാൻ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിൽ വേരിയേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മേന്റെ ക്യാരക്ടേഴ്സ് കിട്ടാത്തതിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വേരിയേഷൻ. ആ വേരിയേഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഈ ഒരു പിക്ചറിൽ നമുക്ക് എന്ത് ഫിനോമിനാണ് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ചോദിച്ചേക്കുന്നത് റൈറ്റ് ദ കോസസ് ഓഫ് ദിസ് പ്രോസസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് പ്രോസസ് ആണെന്ന് നിങ്ങൾ ആദ്യം ഫെമിലിയർ ചെയ്യണം. ഓക്കെ, അതായത് നമുക്കറിയാം കണ്ടോ, ഗ്വാനിൻ ആരോടാ പെയർ ചെയ്തേക്കുന്നത്? സൈറ്റോസിൻ. അത് കറക്റ്റ് ആണ്. ഇനി അഡിനിൻ പെയർ ചെയ്തേക്കുന്നത് കറക്റ്റ് ആരോടാണ്? തൈമിനായിട്ടാണ്. പക്ഷേ ഓക്കെ, അത് കറക്റ്റ് ആണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് അഡിനിൻ തൈമിൻ. ഇപ്പുറത്തെ പിക്ചറിൽ നോക്കിയേ, തൈമിൻ അഡിനിൻ. അതിന്റെ പൊസിഷൻ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും സാറേ ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ? അല്ല, ജീനിൽ എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു മ്യൂട്ടേഷൻ ആവാൻ, വേരിയേഷൻസ് കോസ് ചെയ്യാം. ജീനിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു വേരിയേഷൻ. ആ ഒരു പോയിന്റ് ആലോചിക്കുക. സോ ഇവിടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദാറ്റ് ഈസ് മ്യൂട്ടേഷൻ. എന്താ വിളിക്കുക? മ്യൂട്ടേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ മ്യൂട്ടേഷൻ കോസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മ്യൂട്ടേഷൻ ഇങ്ങനെ വരാനുള്ള റീസൺസ് എന്തൊക്കെയാകാം? ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആവാൻ ഈ പൊസിഷൻ മാറുള്ള റീസൺസ് എന്തൊക്കെ ആവാം? ഒന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷനിൽ എന്തെങ്കിലും എറർ സംഭവിക്കുമ്പോഴും ഇനി അല്ലെങ്കിൽ സർട്ടൺ കെമിക്കൽസ്, ഏതെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിൽ എക്സ്പോഷർ വരുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ റേഡിയേഷൻസ് മൂലം എന്ത് വരാം? ഈ പറയുന്ന മ്യൂട്ടേഷൻസ് സംഭവിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ദിസ് പ്രോസസ് പ്ലേസ് എ റോൾ ഇൻ എവല്യൂഷൻ. മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ എവല്യൂഷൻ എന്ത് സംഭവിക്കും? നമുക്കറിയാം മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജീനിൽ എന്തെങ്കിലും മാറ്റം വരുന്നതിന് വിളിക്കുന്ന പേരാണ്. ഒന്നില്ലെങ്കിൽ ജനറ്റിക് റീസൺസ് ആവാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം, റേഡിയേഷൻസ് ആവാം. ഈ പറയുന്ന കാരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ഓഫ് സ്പ്രിങ്സിന്റെ പ്രൊഡക്ഷനിൽ വേരിയേഷൻ വരും. അതായത് എന്താ പറയുക, അച്ഛൻ്റെ അമ്മേന്റെ ക്യാരക്ടേഴ്സ് കുട്ടികൾ കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വേരിയേഷൻ ആണ്. വേരിയേഷന് ചിലപ്പോൾ കോസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? മ്യൂട്ടേഷൻ. അപ്പൊ മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സിൽ എന്ത് സംഭവിക്കും? മാറ്റം സംഭവിക്കും. അപ്പോൾ
ഈ പറയുന്ന സ്പീഷീസുകൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരല്ല എവല്യൂഷൻ. സോ മ്യൂട്ടേഷനിൽ വലിയൊരു പങ്ക് എന്തിലുണ്ട്? എവല്യൂഷന് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ജീനുകളിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് ഓഫ് സ്പ്രിങ്സിനും പാസ് ചെയ്യും. പുതിയ ഓഫ് സ്പ്രിങ്സുകളായിരിക്കും എന്ത് ചെയ്യുക ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് തന്നെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താണ് മ്യൂട്ടേഷൻ കോസ് ചെയ്തതിന്, മ്യൂട്ടേഷൻ വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, കോസസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ മ്യൂട്ടേഷന് കോസ് ചെയ്യുന്ന എവല്യൂഷൻ എന്തായിരിക്കും മ്യൂട്ടേഷൻ കോസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് അത് കവർ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇനി കുറച്ചും കൂടി പ്രോബ്ലമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. നമുക്കിനി അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോർഡിംഗ് ടു മെന്റൽ അല്ലെ, അച്ഛൻ്റെ അമ്മേൻ്റെ ക്യാരക്ടേഴ്സ് ആർക്ക് കിട്ടുന്നു? മക്കൾക്ക് കിട്ടുന്നു. അപ്പോൾ മെന്റൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡീവിയേഷൻസ് ഉണ്ട്. മെന്റൽ പറയാത്ത കാര്യങ്ങൾ എന്താ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കറിയാം റെഡ് ഫ്ലവർ അല്ലെ, റെഡ് ഫ്ലവർ ക്രോസ് വിത്ത് എന്താ പറയുക, ഒരു വൈറ്റിനായിട്ട് ക്രോസ് ചെയ്തെന്ന് വിചാരിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ റെഡ് ആണ് ഡോമിനന്റ്, വൈറ്റ് റെസസീവ് ആണ്. അക്കോർഡിംഗ് ടു മെന്റൽ ആരാണോ ഡോമിനന്റ് അയാളുടെ ക്യാരക്ടർ ആയിരിക്കും എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക. സോ ഇവിടെ റെഡ് അല്ലേ, അപ്പൊ നമുക്ക് റെഡിനെയും വൈറ്റിനെയും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത്, റെഡിനെയും വൈറ്റിനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അക്കോർഡിംഗ് ടു മെന്റൽ ആരാണോ ഡോമിനന്റ് ആ ക്യാരക്ടർ ആയിരിക്കും അവിടെ കിട്ടുക. പക്ഷേ മെന്റലിൽ പറഞ്ഞ പോലെ തന്നെ ആ ക്യാരക്ടേഴ്സ് കിട്ടിയില്ല. അതായത് നമ്മൾ പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഡോമിനന്റും ഉണ്ട് റെസസീവും ഉണ്ട്. ഇതിൽ ഡോമിനന്റ് ആണ് എപ്പോഴും ജനറേഷൻ പാസ് ചെയ്യാന്നാണ് മെന്റൽ പറയുന്നത്. പക്ഷെ മെന്റൽ ലോ അനുസരിക്കാത്ത കുറച്ച് ടേംസ് ഉണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? നമുക്കിവിടെ നോക്കാം. കണ്ട, റെഡിനെയും വൈറ്റിനെയും ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ കളറാണ് പിങ്ക്. അക്കോർഡിംഗ് ടു മെന്റൽ അവിടെ കിട്ടേണ്ട കളർ എന്തായിരുന്നു? റെഡ് ആയിരുന്നു. പക്ഷെ കിട്ടിയത് എന്തായി പോയി? പിങ്ക് ആണ്. ഓക്കെ, അപ്പൊ അവിടെ കംപ്ലീറ്റ് ഡോമിനൻസ് നടന്നോ? ഇല്ല, അവിടെ എന്ത് നടന്നിട്ടില്ല? കംപ്ലീറ്റ് ഡോമിനൻസ് നടന്നിട്ടില്ല. അതുകൊണ്ട് ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്താ വിളിക്കുക? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് ഒരു ബ്ലാക്ക് വൈറ്റ് കാറ്റിൽസിന് എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് എന്ത്? റൊഹാൻ കോട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മിക്സ്ഡ് ആയിട്ടുള്ള കളർ. അക്കോർഡിംഗ് ടു മെന്റൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒരു ഓർഗാനിസത്തിന് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഫിനോമിനൻ ആയിരിക്കും? ദാറ്റ് ഈസ് കോഡോമിനൻസ്. എന്താ വിളിക്കുക? കോഡോമിനൻസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ കംപ്ലീറ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ ഡോമിനന്റിന്റെ ക്യാരക്ടർ എന്ത് ചെയ്തില്ല? ഫുള്ളി എക്സ്പ്രസ് ചെയ്തില്ല. ഓക്കെ, ഇനി നമ്മൾ കോഡോമിനൻസിൽ പറയുകയാണെങ്കിൽ കോഡോമിനൻസിൽ അക്കോർഡിംഗ് ടു മെന്റൽ ഡോമിനന്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എക്സ്പ്രസ് ചെയ്യുള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷേ കോഡോമിനൻസിൽ ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സും എക്സ്പ്രസ് ചെയ്തില്ലേ? ഏതൊക്കെ? ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവർ എന്താ പറയുക, കാറ്റിലിന് ആ കളർ വന്നത്. അതുകൊണ്ട് രണ്ട് ക്യാരക്ടർ കൂടി മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്ത് വന്നുകൊണ്ട് ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് കോഡോമിനൻസ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് നമുക്കൊരു എന്താ പറയുക, ഒരു ക്രോസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ റെഡ് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വൈറ്റ് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ദാറ്റ് ഈസ് റെഡിന് നമുക്ക് എടുക്കാം, പാരൻസ് ആണ് തന്നിരിക്കുന്നത്. സോ പാരൻസ് റെഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ പാരൻസ് ഏതായത് ഡോമിനന്റ് പാരൻസ് ആണെങ്കിൽ ഇപ്പുറത്തെ റെസസീവ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് സ്മോൾ ആർ ദാറ്റ് ഈസ് വൈറ്റ്. നമുക്കറിയാം ഒരേപോലത്തെ രണ്ട് അലീലാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഗെമേറ്റ്സ് എടുക്കണം. പാരന്റ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഗെമേറ്റ്സ്. സോ ഇവിടെ ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് ഒരു R എടുക്കാം. ഗെമേറ്റ്സ് എപ്പോഴും സർക്കിൾ ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഗെമേറ്റ്സ് എപ്പോഴും സർക്കിൾ ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആറും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ശരിക്കും ഇത് എന്ത് കളറാ വരേണ്ടത്? എന്താ നമ്മൾ ക്വസ്റ്റ്യൻ ഇതാ ചോദിച്ചിരിക്കുന്നത്, F1 എന്താണോ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആറും സ്മോൾ ആറും കൂടി വന്നു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു മെന്റൽ അത് റെഡ് ആണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന കളർ എന്താ? പിങ്ക് ആണ്. എന്താ വിളിക്കുക? പിങ്ക്. നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തല്ലടാ, നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനന്റ് അല്ലെ, ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കാം. ബി ക്വസ്റ്റ്യൻ എന്താ പറയാ നമുക്ക് നോക്കിക്കേ. അതായത് ഇല്ലുസ്ട്രേറ്റ് ദി ക്രോസ് ബിറ്റ്വീൻ F1. നമുക്ക് F1 എന്താ കിട്ടിയേക്കുന്നത്? F1 കിട്ടിയേക്കുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലെ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് F1 കിട്ടിയേക്കുക. ആ F1 നമ്മൾ വീണ്ടും പാരന്റ്സ് ആയിട്ട് സെലക്ട് ചെയ്യാം. പാരന്റ്സിൽ വന്ന ആളാണ് ആര്? F1 ദാറ്റ് ഇസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ഇവിടെ പറഞ്ഞേക്കുന്നത് ആൻഡ് ക്രോസ്ഡ് വിത്ത് ദി വൈറ്റിനായിട്ട് എന്ത് ചെയ്യുക? F1 വൈറ്റിനായിട്ട് ക്രോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സ്മോൾ ആർ.
ക്ലിയർ ആണല്ലോ. ഇതാണ് ബി ക്വസ്റ്റ്യൻ. ശരിക്കും വായിക്കുക. പാരന്റ്സ് നമ്മൾ F1 എടുക്കുന്നു, ക്രോസ് വിത്ത് നമ്മൾ എന്താ പറയുക റെസസീവിനായിട്ട് എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു. അങ്ങനെ ബാക്കി നമ്മൾ എന്ത് F2 കണ്ടുപിടിക്കാം. ഓക്കെ, F2 എങ്ങനെ വരും നമുക്കറിയാം. ഗമേറ്റ്സ് എടുക്കാം. ഏതൊക്കെ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഗമേറ്റ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ആർ, സർക്കിൾ, സ്മോൾ ആർ. ഒരേപോലത്തെ രണ്ട് അലിയിൽ വന്നാൽ നമ്മൾ ഒരെണ്ണം എടുത്താലും മതി. ദാറ്റ് ഇസ് സ്മോൾ ആർ. ക്രോസ് ചെയ്യാം. ഫസ്റ്റത്തെ നമ്മൾ എന്ത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇറ്റ് ഈസ് പിങ്ക് കളർ. ഇനി സ്മോൾ ആർ എന്തായിരിക്കും വരാം, സ്മോൾ ആർ ദാറ്റ് ഈസ് വൈറ്റ് കളർ. ഈ ഒരു ക്രോസ് ആണ് നിങ്ങൾ ബിയിൽ എഴുതി കാണിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം മനുഷ്യർക്ക് ക്രോമസോംസ് ഉണ്ട്. ദർ ആർ 46 ക്രോമസോംസ് ആണ് നമുക്കുള്ളത്. ഈ 46 ക്രോമസോംസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തൂടെ. ഏതൊക്കെയാ, ഒന്ന് സൊമാറ്റിക് ക്രോമസോംസും ഉണ്ട്, രണ്ട് സെക്സ് ക്രോമസോംസും ഉണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കാം. ഹ്യൂമൻ ബീങ് ഹാവ് 23 pairs of chromosome which is one set is inherited from mother and other set is ഫാദർ അല്ലെ. ഒരു മനുഷ്യനിക്ക് 46 എങ്ങനെ കിട്ടുക, ഫാദറിൽ നിന്ന് 23ഉം മദറിൽ നിന്ന് 23ഉം കൂടി കൂടിച്ചെന്നിട്ടാണ് ഒരു മനുഷ്യനിക്ക് എന്ത് കിട്ടുക, അല്ലെങ്കിൽ ഒരു ഓഫ് സ്പ്രിങ്ങിന് 46 ക്രോമസോംസ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണെങ്കിൽ ഈ ക്രോമസോമിന് നിങ്ങൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ക്രോമസോംസ് രണ്ട് സെറ്റാണ് ഉള്ളത്. ദാറ്റ് ഈസ് നമ്മളെ സെക്സ് ഒഴിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സൊമാറ്റിക് ക്രോമസോംസ്. ഓക്കെ, സെക്സ് ക്രോമസോംസ് നമുക്ക് ഏതൊക്കെയാ അറിയാം. സെക്സ് ക്രോമസോം നമുക്കറിയാം XX ഉണ്ട്, XY ഉണ്ട്. XX വന്നിട്ടുണ്ടെങ്കിൽ അത് ഫീമെയിലിനും, XY ആണെങ്കിൽ അത് ആർക്കായിരിക്കും, മെയിലിനായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. 23rd pair of chromosome will same in all individuals. എല്ലാ ഇൻഡിവിജ്വൽസും 23ാമത്തെ ക്രോമസോം അല്ലെങ്കിൽ 23ാമത്തെ പെയർ സെയിം ആണോ അല്ലയോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പറയുന്ന 22 ക്രോമസോംസ് എല്ലാം വരുന്നത് സൊമാറ്റിക്കിലാണ്. സോ സൊമാറ്റിക് ക്രോമസോംസിന് മെയിലിനും ഫീമെയിലും സെയിം ആണ്. ഈ 23ാമത്തെ ക്രോമസോം വരുന്നത് സെക്സ് ക്രോമസോമാണ്. നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചതല്ലേ. XX വന്നത് ആരാ, അത് ആൺകുട്ടി. ഫീമെയിൽ. XX വന്നാൽ അത് ഫീമെയിലും, XY വന്നാൽ എന്തായിരിക്കും, അത് ഒരു മെയിലായിരിക്കും. ഇപ്പൊ 23ാമത്തെ ക്രോമസോം എല്ലാവരും ഒരേപോലെയാണോ, അല്ല. 23ാമത്തെ ക്രോമസോംസ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമസോം ആണ്. അത് XX വന്നാൽ അത് ഫീമെയിലും, XY വന്നാൽ അത് എന്തായിരിക്കും, മെയിലും ആയിരിക്കും. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നല്ല രീതിയിൽ എഴുതാം. ക്ലിയർ ആണല്ലോ മക്കളെ. നമുക്കിനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണിത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ, ഈ ഒരു ഫിഗറിൽ ക്വസ്റ്റ്യൻ വായിക്കാം. ഹൗ ദി മോളിക്യൂൾ എ ഫോംഡ് ഇൻ ദിസ് പ്രോസസ്. ഈ എ എന്ന് പറയുന്ന ആൾ നമുക്കറിയാം DNA ആണിത്. ദാറ്റ് ഇസ് DNA എന്ന് പുറത്തേക്ക് വന്ന ഒരാളാണ് കാണിച്ചത്. ദാറ്റ് ഇസ് mRNA. ആരാണ്, mRNA. ഈ mRNA എന്താണെന്നല്ലേ ചോദിച്ചേക്കണേ. mRNA എങ്ങനെ ഉണ്ടായെന്നാണ് ചോദിച്ചേക്കണേ. ഹൗ ദി മോളിക്യൂൾ എ ഫോംഡ് ഇൻ ദിസ് പ്രോസസ്. നമുക്കറിയാം DNA എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് മക്കളെ, DNA എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ജനറ്റിക് ഇൻഫോർമേഷൻസ്. എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ജനറ്റിക് ഇൻഫോർമേഷൻ. ആ ജനറ്റിക് ഇൻഫോർമേഷൻസ് കോപ്പി ചെയ്തിട്ട് എന്താക്കി മാറ്റും, mRNA ആക്കി മാറ്റും. എന്താക്കി മാറ്റും, mRNA ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടക്കുക. അതുകൊണ്ട് ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ട്രാൻസ്ക്രിപ്ഷൻ. എന്താ വിളിക്കുക, ട്രാൻസ്ക്രിപ്ഷൻ. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ക്ലിയർ ആണല്ലോ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് tRNA, rRNA. നമുക്കറിയാം ഈ mRNA നേരെ എന്ത് ചെയ്യുന്നു, സൈറ്റോപ്ലാസത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി റൈബോസോമിലേക്ക് പോകണം. അപ്പൊ ഈ mRNAന്റെ കയ്യിൽ എന്തുണ്ടാവും, അമിനോ ആസിഡ്സ് ഉണ്ടാക്കാനുള്ള കോഡ് ആരുടെ കയ്യിലുണ്ട്, mRNAയിലുണ്ട്. അപ്പൊ ഈ അമിനോ ആസിഡിനെ പിടിക്കുകയും വേണം. ഈ അമിനോ ആസിഡ്സിനായിട്ട് നേരെ എവിടെ പോവുകയും വേണം, റൈബോസോമിലേക്ക് പോവുകയും വേണം. എങ്ങോട്ടേക്ക് പോകണം, റൈബോസോമിൽ. അപ്പോൾ അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് tRNA. എന്താ വിളിക്കുക, tRNA. They carries specific amino acids. ഇനി ഈ അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്തിട്ട് rRNA എന്താ ചെയ്യുക, rRNA നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചതല്ലേ. rRNA ആണ് ഈ അമിനോ ആസിഡ്സിനെ കൂടി ചേർന്നിട്ട് പ്രോട്ടീൻ ആക്കി മാറ്റുന്ന RNAനെ വിളിക്കുന്ന പേരാണ് rRNA. ക്ലിയർ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചൊരു ഓർമ്മ ഉണ്ട് ഈ ഒരു പിക്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനം, ചാപ്റ്ററിന്റെ അവസാനത്തെ പോർഷനിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ദാറ്റ് ഈസ് ക്രോസിംഗ് ഓവർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്കറിയാം വേരിയേഷൻസ് വരാനുള്ള 2 റീസൺസ് ഏതൊക്കെയാണ്. അച്ഛൻ്റെ അമ്മേൻ്റെ ക്യാരക്ടേഴ്സ് മക്കൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന് ദാറ്റ് ഈസ് മ്യൂട്ടേഷൻ. ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മ്യൂട്ടേഷൻ. രണ്ടാമത്തെ വരുന്നതാണ് ആര്, ക്രോസിംഗ് ഓവർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രോസിംഗ് ഓവർ. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഐഡന്റിഫൈ ദ പി എന്ന് പറയുന്നത് എന്താ, അച്ഛൻ്റെയും അമ്മൻ്റെയും അല്ലെ 2 ഹോമോലോഗസ് ക്രോമസോമുകൾ തമ്മിൽ
എന്ത് ചെയ്യുന്നു, ജനറ്റിക് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ് ഓവർ. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ്, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ് ഓവർ. ക്ലിയർ ആണല്ലോ? ആ ക്രോസിംഗ് ഓവർ കണ്ടോ, നമുക്കറിയാം ഈ ഒരു ക്രോമസോം ഇപ്പുറത്തെ ക്രോമസോമിനായിട്ട് എന്ത് ചെയ്യാണ്, ക്രോസ് ചെയ്യാനാണ്. അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സിന്റെ ഷേപ്പിലാണ് അവിടെ ഒരു ക്രോസിങ് വരിക അല്ലേ. ആ എക്സിന്റെ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കയസ്മ. എന്താ വിളിക്കുക, കയസ്മ. ഈ കയസ്മ എപ്പോഴാ ഫോം ചെയ്യുക, രണ്ടുപേര് ഈ സമയത്ത് ഇപ്പോൾ കയസ്മ ഫോം ചെയ്യുന്നുണ്ടോ, ഇല്ല. കാരണം രണ്ട് ക്രോമസോംസ് അടുത്തടുത്ത് വന്നിട്ടുള്ളൂ. ഈ ക്രോമസോമിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഇയാളുടെ ക്രോമസോമിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യൂലേ. അപ്പൊ എപ്പോഴായിരിക്കും കയസ്മ ഫോം ചെയ്യുക, whenever the two homologous chromosome കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കയസ്മ. അപ്പൊ ഈ കയസ്മ ഫോം ചെയ്യുമ്പോൾ ഒരു ക്രോമസോമിന്റെ ക്യാരക്ടർ അപ്പുറത്തോട് മിക്സ് ആവും, ആ ക്രോമസോമിന്റെ ക്യാരക്ടർ ഇപ്പുറത്തെ ക്രോമസോമിനോട് മിക്സ് ആവും. അങ്ങനെയാണ് എന്ത്, ക്രോസിംഗ് ഓവർ നടക്കുക. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഈ പോർഷനെ വിളിക്കുന്ന പേരാണ് കയസ്മ. കയസ്മന്റെ ഇമ്പോർട്ടന്റ് റോൾ എന്താണെന്നും കൂടി നിങ്ങൾ പഠിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഡൈഹൈബ്രിഡ് ക്രോസ്. നമുക്ക് രണ്ട് ക്രോസാണ് പഠിക്കാനുള്ളത്. ഒരു ക്യാരക്ടറിന്റെ ക്രോസിനെ വിളിക്കുന്ന പേരാണ് മോണോഹൈബ്രിഡ് ക്രോസ്. നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സിന്റെ ക്രോസിനെ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഓക്കെ ആണല്ലോ? നിങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും മീൻസ് എന്താ പറയുക, നമ്മളെ ക്ലാസ്സിൽ ഈ ഒരു പോർഷൻസ് എടുത്തു തന്നിട്ടുണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫെമിലിയർ ചെയ്യുക. ഓക്കെ ആണല്ലോ? നമുക്കൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, എ ടോൾ പീ പ്ലാന്റ്. അപ്പൊ ആദ്യം തന്നെ എടുക്കുക ടോൾ പീ പ്ലാന്റ്, ദാറ്റ് ഈസ് ടോൾ ആണ്. ഇനി അതേപോലെ തന്നെ വിത്ത് പെർപ്പിൾ ഫ്ലവേഴ്സ്. ആ ടോൾ പ്ലാന്റിൽ പെർപ്പിൾ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടോൾ വിത്ത് പെർപ്പിൾ, ഇത് ഒരു ക്യാരക്ടറാണ്. കണ്ടോ, രണ്ട് ക്യാരക്ടേഴ്സിന്റെ ക്രോസിനെ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ്. ഇതിപ്പോ രണ്ട് ക്യാരക്ടേഴ്സിലോ ഒരു ഡോമിനന്റ് ക്യാരക്ടറാണ് ടോളും, മറ്റേതാണ് എന്ത്, പെർപ്പിൾ. അത് ഏതാ, ഫ്ലവറിന്റെ കളറാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏത് ക്യാരക്ടറാ, ഹൈറ്റ് ഓഫ് ദി സ്റ്റെമ്മും മറ്റേത് കളർ ഓഫ് ദി ഫ്ലവറും. ഓക്കെ, അപ്പൊ രണ്ട് ക്യാരക്ടറും കൂടി ക്രോസ് ചെയ്യുക. ദാറ്റ് ഈസ് രണ്ട് ഡോമിനന്റ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ, ടോളും ഉണ്ട് പെർപ്പിളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റെസസീവ് ട്രേറ്റ്സ് എന്തായിരിക്കും, ടോളിന് നമുക്ക് എന്തായാലും അറിയാം ഡോർഫാണ്. ദാറ്റ് ഈസ് സ്മോൾ ടി, ദാറ്റ് ഈസ് ഡോർഫ് ക്രോസ്ഡ് വിത്ത് വൈറ്റ് ഫ്ലവർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ടോൾ എന്ന് പറയുമ്പോൾ എന്താ, ക്യാപിറ്റൽ ടി, പെർപ്പിൾ ആണെങ്കിൽ പി എന്ന് കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ പാരൻസ്, ടോൾ പെർപ്പിൾ. ക്ലിയർ ആണല്ലോ മക്കളെ? ഈ ടോൾ പെർപ്പിൾ എന്തിനായിട്ട് ക്രോസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഡോർഫ് വൈറ്റ്. അപ്പൊ സ്മോൾ പി ക്യാപിറ്റൽ ടി, ദാറ്റ് ഈസ് ഡോർഫ്. അതേപോലെ തന്നെ എന്താ പറയുക, ഡോർഫ് വൈറ്റ് ആണ് വരിക. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് F2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത്യാവശ്യം നമുക്ക് ആ പന്നഡ് സ്ക്വയർ ഒക്കെ വരച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ പാരൻസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗമേറ്റ്സ്. ഏതൊക്കെയാ, ഈ രണ്ട് ടി ഉണ്ട് അല്ലെ, അതിൽ നിന്ന് ഒരു ടി, കാരണം രണ്ടും ഒരേപോലത്തെ ടി ആയതുകൊണ്ട് നമുക്ക് ഒരു അലീലിൽ എടുത്താൽ മതി. ദാറ്റ് ഈസ് ക്യാപിറ്റൽ പി സർക്കിൾ ചെയ്യുക, ഇൻറ്റു സ്മോൾ പി എന്ത് ചെയ്യുക, സർക്കിൾ ചെയ്യുക. ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് ആദ്യം ഒരേ ക്യാരക്ടേഴ്സിനെ അടുപ്പിച്ച് ചെയ്ത. അപ്പൊ എങ്ങനെ വരും, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ പി. ഇതാണ് നമ്മളുടെ F1 ജനറേഷൻ. ക്ലിയർ ആണല്ലോ? F1 ജനറേഷൻ നമുക്ക് എന്തായിരിക്കും അപ്പൊ കിട്ടുക, F1 ജനറേഷനിൽ കിട്ടുന്നത് ടോളും ഉണ്ട് അതേപോലെ തന്നെ പെർപ്പിളും ഉണ്ട്. ടോൾ പെർപ്പിൾ. ക്ലിയർ ആണല്ലോ? നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, ഡോർഫ് വൈറ്റ് കിട്ടിയോ, ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, F2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, F1 ഇൻറ്റു F1. എന്താ F1 ഇൻറ്റു F1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ ടി സ്മോൾ പി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ പി. ഇതാണ് നമ്മളുടെ F1 കിട്ടുന്നത് അല്ലെ. F2 കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, F1 ഇൻറ്റു F1 ചെയ്യാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഗമേറ്റ്സ് എങ്ങനെ വരും, ഗമേറ്റ്സ് ഓരോന്നും സർക്കിൾ ചെയ്യാം. ഏതൊക്കെ വരും, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ പി. ഇത് തന്നെയല്ലേ ഇപ്പുറം വരിക, സെയിം ആസ് ഇത് തന്നെ ആയിരിക്കും ഇപ്പുറം വരിക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും, നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. എങ്ങനെയാ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ പി. ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ട് ക്യാരക്ടേഴ്സ് അല്ലേ, ടോളും പെർപ്പിളും. ഇവിടെയാണ് നമ്മൾ ഒരു ലോ പഠിക്കുന്നത്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ, ആ ഒരു ടേം ശ്രദ്ധിക്കുക. ഒരു ക്യാരക്ടർ മറ്റേ ക്യാരക്ടർ ഇൻഡിപെൻഡന്റ് എന്ത് ചെയ്യുന്നു, റാൻഡംലി ഓരോ അലീൽസ് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആവുന്നു. നമുക്കൊന്ന് നോക്കിയാലോ, ക്യാപിറ്റൽ ടി എന്ത് ചെയ്യുന്നു, പീനായിട്ട് ക്രോസ് ചെയ്യുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ പി. അപ്പൊ രണ്ട് ക്യാരക്ടർ വന്നില്ലേ, ഏതൊക്കെയാ, ക്യാപിറ്റൽ പി സർക്കിൾ ചെയ്യുക, ക്യാപിറ്റൽ ടി സ്മോൾ ടി സർക്കിൾ ചെയ്യുക.
ഇതാണ് രണ്ട് ഗമേറ്റ്സ്. ഇനി അതേപോലെ തന്നെ നോക്കിയേ, സ്മോൾ ടി ക്യാപിറ്റൽ പി, സ്മോൾ ടി ക്യാപിറ്റൽ പി, ഇനി സ്മോൾ ടി സ്മോൾ പി. ഇതാണ് നമ്മളുടെ ഡൈഹൈബ്രിഡിന്റെ ഗമേറ്റ്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഒരു സൈഡിൽ ഇതൊരു ഗമേറ്റാ, ഇനി ഇപ്പുറത്ത് നമുക്കില്ലേ, അപ്പൊ എത്ര വരും, 4 into 4 ചെയ്യുമ്പോൾ ഏകദേശം 16ന്റെ ആ വലിയൊരു സ്ക്വയറിൽ നമുക്ക് എന്ത് കിട്ടും, കുറെ ക്യാരക്ടേഴ്സ് കിട്ടും. നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു റേഷ്യോ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാ പറഞ്ഞേക്കുന്നത്, റൈറ്റ് ദ F2 റേഷ്യോസ് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ എൻറ്റയർലി ആ പ്രോബ്ലം എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. നമുക്ക് അവസാനം കിട്ടുന്ന റേഷ്യോ എന്താ, 9:3:3:1. ഇതാണ് F2ന്റെ റേഷ്യോ കിട്ടുക. ക്ലിയർ ആണല്ലോ? ഇതിൽ തന്നെ 9 ടോൾ പർപ്പിൾ കിട്ടും. ടോൾ പർപ്പിൾസ് നമുക്ക് ഏകദേശം 9 എണ്ണം കിട്ടും. പിന്നെ അതേപോലെ തന്നെ 3 എണ്ണം നമുക്ക് എന്താ കിട്ടുക, 3 കിട്ടുന്നത് ടോൾ വൈറ്റ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ 3 റേഷ്യോസ് നമുക്ക് എന്ത് കിട്ടും, ഡോർഫ് പർപ്പിൾ കിട്ടും. ലാസ്റ്റ് 1 വരുന്നതാണ് എന്ത്, നമ്മളുടെ റെസസീവ് ക്യാരക്ടർ ആയിട്ടുള്ള പർപ്പിളിന് വരുന്ന വൈറ്റ്. ഓക്കെ, വൈറ്റ് വരാം. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മളുടെ ഡോർഫ് വൈറ്റ് എന്ന് എഴുതിയാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ ആ ലാസ്റ്റത്തെ റെസസീവ് ക്യാരക്ടേഴ്സ് ആണ് 1ൽ വരാം. ഓക്കെ, അപ്പോൾ 9:3:3:1 ആണ് അവിടെ റേഷ്യോ കറക്റ്റ് ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? നമുക്കിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്, ദാറ്റ് ഈസ് ബി ആൻഡ് സി. ഓക്കെ, ബിയും സിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡിഡ് ദി ക്യാരക്ടർ ഡിഫർ ഫ്രം ദി പാരൻസ് അപ്പിയേഴ്സ് ഇൻ ദി F2 ജനറേഷൻ. നമ്മൾ F2ൽ പാരൻസ് ആരൊക്കെയായിരുന്നു, ടോളും പെർപ്പിളും, അതേപോലെ തന്നെ ഡോർഫും വൈറ്റും ആണ് നമ്മളെ പാരൻസ്. ഈ പാരൻസ് അല്ലാതെ F2ൽ പുതിയ ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ലേ? അല്ലേ? നമുക്കറിയാം, ഒരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് ടോൾ വൈറ്റ്, എന്താ, ടോളും വൈറ്റും, പിന്നെ ഡോർഫ് പെർപ്പിൾ. ഇങ്ങനെയൊക്കെ ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ക്യാരക്ടേഴ്സ് കിട്ടൂലേ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡ്യൂ ടു ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. എന്താ വിളിക്കുക, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് കൂടുതൽ ഇത് ചോദിക്കാറുണ്ട്. F1ൽ എടുത്ത പാരൻസ്, അത് കൂടാതെ F2ൽ പുതിയ ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ആ പുതിയ ക്യാരക്ടേഴ്സ് കിട്ടാനുള്ള റീസൺ ഡ്യൂ ടു ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഗമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അലീലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഫിനോമിനൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പുതിയ വെറൈറ്റീസ്, ദാറ്റ് ഈസ് ടോൾ വൈറ്റ് കിട്ടാം, അല്ലെങ്കിൽ പെർപ്പിൾ ഡോർഫ് കിട്ടാം. ഇങ്ങനത്തെയൊക്കെ പുതിയ ക്യാരക്ടേഴ്സ് കിട്ടാനുള്ള മെയിൻ റീസൺ ഡ്യൂ ടു ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ക്ലിയർ ആണല്ലോ? ഇനി അതുപോലെ തന്നെ സി നോക്കാം. നമുക്കറിയാം റേഷ്യോ എത്രയാണ് വരിക, 9:3:3:1 നമ്മളെ റേഷ്യോ. സപ്പോസ് ഈ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതായത് പുതിയ ക്യാരക്ടേഴ്സ് ഒന്നും എന്ത് ചെയ്യില്ല, ഫോം ചെയ്യില്ല മക്കളെ. അതായത് പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്ന റീസൺ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടന്നിട്ടാണ്. സപ്പോസ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വഴി നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, പാരൻസിന്റെ ക്യാരക്ടേഴ്സ് കൂടും, പാരൻസിന്റെ എണ്ണം കൂടും, ബട്ട് എന്തും മാറും, ഈ പറയുന്ന പുതിയതായിട്ടുണ്ടാവുന്ന പുതിയ ക്യാരക്ടേഴ്സ് ഇല്ലേ, അതിന്റെ എണ്ണം എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ റേഷ്യോ 9:3:3:1 റേഷ്യോ കംപ്ലീറ്റ് എന്താവും, മാറുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ച് ആ പോയിന്റ്സുകൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇവിടെ നോക്കിയാൽ സെക്സ് ഓഫ് ദി ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ നോട്ട് ബൈ മദർ. അതായത് ഒരു കൊച്ചിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദർ ആണ്, മദർ അല്ല എന്നാ പറഞ്ഞേക്കുന്നത്. അത് നമുക്കറിയാം മറ്റേ സെക്സ് ക്രോമസോംസ് വെച്ചിട്ടാണ് ഇത് ഇവിടെ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നമുക്കറിയാം, ഫാദർ എടുക്കാം, ഫാദറിന്റെ ക്രോമസോംസ് എത്രയാ വരാ, 46. മദറിന് എത്രയാ വരാ, മദറിനും 46 വരാം. ഓക്കെ, ഇനി ഫാദറിൽ നിന്ന് മദറും 46 ആണോ കൂടി വരുന്നത്? അല്ല, ഫാദറിൽ നിന്ന് 23 എന്താ വരാ, 23 ക്രോമസോംസ് സ്പെർമിലൂടെയും 23 ക്രോമസോംസ് ഓവം വഴിയായിരിക്കും എന്ത് ചെയ്യുക, വരുന്നത്. നമ്മൾ 9th പഠിച്ചതാണ്, നമുക്ക് അതല്ല ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ കേസിലാണെങ്കിൽ 22 സൊമാറ്റിക് സെൽസും ഒരു സെക്സ് ക്രോമസോംസും വരാം. നമുക്കറിയാം ഫാദറിന് XY എന്ന് പറയുന്ന സെക്സ് ക്രോമസോം ഉള്ളത്. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ഓഫ് എന്ത് വരാം, ക്യാരക്ടേഴ്സ് വരാം. ദാറ്റ് ഇസ് 22 + Xും വരാം, അതേപോലെ തന്നെ 22 + Yയും വരാം. ക്ലിയർ ആണല്ലോ? ഇനി മദറിനാണെങ്കിൽ XX വരിക. അങ്ങനെയാണെങ്കിൽ 22 സൊമാറ്റിക് സെൽസും ഒരു സെക്സ് ക്രോമസോംസും ആയിരിക്കും എന്ത് ചെയ്യുക, വരാം.
ഇനി നമുക്കിത് ഇവിടെ കൂട്ടുകയാണെങ്കിൽ 22 + 22 ഈ രണ്ട് 22 എത്ര വരാ 44 പ്ലസ് 2x ആ 2x കൂടി കൂടി ചേരുമ്പോൾ 44 45 46. അങ്ങനെയാണെങ്കിൽ കൊച്ചിന്റെ ജെൻഡർ എന്തായിരിക്കും? നമുക്കറിയാം XX വന്നാൽ അതേത് ടൈപ്പ് ഓഫ് കുട്ടിയായിരിക്കും? ദാറ്റ് ഈസ് ഫീമെയിൽ. ക്ലിയർ ആണോ? ഇനി 22 + y കൂടി ചേരാൻ 22 + 22 എക്സും വൈയും ഉണ്ട് അല്ലെ, രണ്ട് ക്രോമസോംസാ. അങ്ങനെയാണെങ്കിൽ 22 + 22 ദാറ്റ് ഈസ് 44 + എക്സ് ആൻഡ് വൈ. നമുക്കറിയാം എക്സും വൈയും വന്നു കഴിഞ്ഞാൽ അത് ഏത് കൊച്ചാ? ബോയ്. അപ്പോൾ ഇവിടെ ആരാ സെക്സ് ഡിറ്റർമൈൻ ചെയ്യണേ? ഫാദറിനും മദറിനും എക്സ് കോമൺ ആണ്, പക്ഷെ വൈ ക്രോമസോം ഉള്ളതുകൊണ്ടിട്ടാണ് കൊച്ചിന്റെ ജെൻഡർ ഡിറ്റർമൈൻ ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? ഫാദർ ആയിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെറുതെ എഴുതി വെച്ചാൽ പോരാ, നിങ്ങൾ ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്ത് വരച്ച് കാണിക്കുക. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എൻറ്റയർലി ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചേക്കുന്നത് ആ ഒരു ഫോർമാറ്റിൽ തന്നെ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യും? വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്ത് പഠിച്ചു തീർക്കാം. ഇനിയും നമുക്ക് സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്